താങ്ക് യു എസ് കെ. ഏതായാലും ആ കാത്തിരിപ്പ് അതിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോഴും സസ്പെൻസ് തന്നെയാണ്. ആര് കേരള മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം രാഹുൽ ഗാന്ധിയുമായി കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിയമസഭാ കക്ഷിയോഗം കോൺഗ്രസിന്റെ ചേരുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമോ എന്നതുൾപ്പെടെ അറിയേണ്ടതുണ്ട്. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഈ ചാർട്ടേഡ് വിമാനത്തിൽ നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നറിയിക്കുന്ന ഒരു പശ്ചാത്തലമാണല്ലോ നിലവിൽ. ഈ യോഗ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ, അതിന്റെ സമയത്തിന്റെ ഉൾപ്പെടെ ശ്രീജിത്ത്? ഉന്മേഷ്, ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്ന സമയം 4 മണിയാണ് വൈകുന്നേരം. അതുകൊണ്ട് തന്നെ 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗവും 2 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്ന UDF കക്ഷി നേതാക്കളുടെ യോഗവും ആ സമയങ്ങളിൽ നടക്കുമോ എന്ന കാര്യം സംശയമാണ്. വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടാൽ 4 മണിക്കൂർ യാത്രയുണ്ട്. എന്തായാലും 4 മണിക്ക് ഉച്ചയോടുകൂടി മാത്രമേ വിമാനം അവിടെ നിന്ന് പുറപ്പെടുകയുള്ളൂ എന്നാണ് നമുക്ക് CISFന്റെയും മറ്റും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഈ വിമാനത്തിൽ കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ആണ് വരുന്നത് എന്ന കാര്യവും സുരക്ഷാ സേനാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിമാനത്തിൽ കെ.സി. വേണുഗോപാൽ ഉണ്ടാകുമോ എന്നതാണ് ഇതേ ചുറ്റിപ്പറ്റി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളും MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ആളും കെ.സി. വേണുഗോപാലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലാണ് ഈ വിമാനത്തിൽ ഉണ്ടാകുമോ എന്നതൊരു ആകാംക്ഷയായി ഒരു വശത്ത് നിലനിൽക്കുന്നു. എന്നാൽ ഈ വിമാനം വൈകുന്നത് കൊണ്ട് തന്നെ നിയമസഭാ കക്ഷി യോഗമടക്കം വൈകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഗവർണർ ലോക്ഭവനിൽ ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ബന്ധപ്പെട്ടിട്ടുണ്ട്. 3 മണിക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണാനുള്ള സമയമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ചോദിച്ചിരിക്കുന്നത്. അത് സണ്ണി ജോസഫ് മാത്രമാണോ ലോക്ഭവനിലെത്തി ഗവർണറെ കാണുന്നത്, അതോ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും എന്ന് വേണം അറിയാൻ. ഇപ്പോൾ ആ സസ്പെൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആരാണ് നിയമസഭാ കക്ഷി നേതാവ് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരിക്കുന്നതെന്ന് പറയാതെ നേരിട്ട് KPCC അധ്യക്ഷൻ തന്നെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരിക്കുന്നതെന്നും നമുക്ക് ലോക്ഭവൻ വൃത്തങ്ങളിൽ സൂചന ലഭിക്കുന്നു. എന്തായാലും വളരെ ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിലൂടെ, നിമിഷങ്ങളിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നുപോകുന്നത്. കേരളത്തിന്റെ 16ാം കേരള നിയമസഭയുടെ നാഥനാരാണ്, സഭാനാഥനായി മുഖ്യമന്ത്രിയായി ആരാണ് വരുന്നത് എന്നതാണ് ഇവിടെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉയരുന്ന ആകാംക്ഷ. അങ്ങനെ രാഷ്ട്രീയ മാമിനികളെല്ലാം അതിന്റെ സമ്മർദ്ദം ഉയർന്ന തോതിൽ നിൽക്കുമ്പോൾ ആ സസ്പെൻസ് എപ്പോഴാണ് പുറത്തു വരിക എന്നതാണ്. എന്തായാലും രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാൽ കൂടിക്കാഴ്ച, ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ച, നേരത്തെ വിനീത വിജി റിപ്പോർട്ട് ചെയ്ത ആ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ സസ്പെൻസ് പൊളിയുന്ന തീരുമാനം, ആ സസ്പെൻസ് പൊളിച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തേക്ക് വന്നേക്കും എന്നും പ്രതീക്ഷിക്കുന്നു. ഈ തീരുമാനം ഇതിനോടകം എടുത്തു കഴിഞ്ഞതാണെങ്കിൽ ഈ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ എന്തിനീ കൂടിക്കാഴ്ച? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീജിത്ത്, ഇത് ഏതെങ്കിലും അനന്തയ നീക്കത്തിന്റെ ഭാഗമാണോ? ഇതിനോടകം ഒരു കാര്യവും ഈ നേതാക്കളുമായി ആശയവിനിമയം നടത്തി അറിയിച്ചിട്ടില്ല എന്നുകൂടിയാണല്ലോ ശ്രീജിത്ത് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ, തീർച്ചയായും 2 തരത്തിലാണ് ഈ കൂടിക്കാഴ്ചയെ നമ്മൾ കാണേണ്ടത്. 2 സാധ്യതകളാണ്. ഒന്ന്, ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല, പകരം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി കഴിഞ്ഞ 7 വർഷക്കാലമായി രാഹുൽ ഗാന്ധിയുടെ നിഴലായി, രാഹുൽ ഗാന്ധിക്ക് പിന്നിലെ ശക്തി കേന്ദ്രമായി നടന്നയാളാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നേക്ക് അദ്ദേഹത്തിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ക്ഷണമായിട്ട് വേണം രാഹുൽ ഗാന്ധിയുമായുള്ള രാവിലത്തെ കൂടിക്കാഴ്ചയെ കാണാൻ. അതൊരു വശം. മറുവശത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെയാണ് ഹൈക്കമാൻഡ് നിയോഗിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തോട് ആ വിവരം പറയുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുന്നത് എന്നും വേണമെങ്കിൽ കരുതാം. അങ്ങനെ 2 സാധ്യതകളാണ് കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തായാലും സസ്പെൻസ് തകർത്തുകൊണ്ട് തീരുമാനം ആർക്ക് അനുകൂലമാണ് എന്ന കാര്യം അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരമൊരു വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെല്ലാം എന്നും നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തായാലും ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്, അതിനിർണായകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കെ.സി. വേണുഗോപാൽ ആണ് MLA-മാരിൽ 63 കോൺഗ്രസ് MLA-മാരിൽ ബഹുഭൂരിപക്ഷത്തിനെയും പിന്തുണ അദ്ദേഹത്തിനാണ് എന്നാണ് കെ.സി. ക്യാമ്പ് അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ആളെ മറികടന്ന് രാജ്യത്തൊരിടത്തും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ച ചരിത്രമില്ല. ആ ചരിത്രം തിരുത്തി മറ്റൊരു തീരുമാനത്തിലേക്കാണോ, അതോ കെ.സി. വേണുഗോപാലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചോ? ഈ സസ്പെൻസിനുള്ള ഉത്തരം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലഭിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ശ്രീത്തിലേക്ക് എത്താം. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.